വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതം തുടർക്കഥയാകുന്നു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പരാതിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. രാവിലെ 7:30 മുതൽ 8:20 വരെയുള്ള സമയപരിധിയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും തിരൂർ, തൃശൂർ ഭാഗത്തേക്കുള്ള സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെയാണ് പ്രൈവറ്റ് ബസ്സുകളിൽ കയറ്റാതെ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ബുദ്ധിമുട്ടിക്കുന്നത്. ബസ്സുകളിലെ പിന്നിലെ വാതിൽ അടച്ചിട്ടിട്ടും കണ്ടക്ടർമാർ തടഞ്ഞു നിർത്തിയുമാണ് വിദ്യാർത്ഥികളോട് ക്രൂരത കാട്ടുന്നത്. മുൻപ് ഇതേ സ്റ്റാൻഡിൽ നിന്നും വിദ്യാർത്ഥികളെ കയറ്റാത്തതിനെ തുടർന്ന് കേരളം മുഴുവൻ ചർച്ചയായ വാർത്തകളെ തുടർന്ന് കുറച്ചു ദിവസം മാത്രം കുട്ടികളോട് മാന്യമായാണ് ബസ് ജീവനക്കാർ പെരുമാറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 7:30 മുതൽ 8:45 വരെയുള്ള സമയം മുഴുവൻ നിന്നിട്ടും 11 വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കയറി സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങേണ്ടി വന്നു. നിയമം ലംഘിക്കുന്ന ബസ്സുകളുടെ പേരുവിവരം സഹിതമാണ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരാതി നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുന്ന് വടക്കാഞ്ചേരി സ്റ്റാൻഡിൽ നിന്നാണ് സാധാരണ ബസ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഇപ്പോൾ അവിടെ നിന്ന് കയറ്റുന്നില്ല. ഒരു 10-12 ബസ് ഞങ്ങളെ കയറ്റാണ്ട് പോകുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റൂട്ടിന് തന്നെ 1-2 ബസ് ക്യാൻസൽ ആയി. പിന്നെ അതുപോലെ +1 കൂടി വന്നപ്പോൾ പിന്നെ അവരുടെ അഡ്മിഷനും കൂടി പിന്നെ സ്കൂളുകൾ നിരക്കായതുകൊണ്ട് ഇപ്പോൾ കയറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ 40-45 മിനിറ്റ് മതി അവിടെ എത്താൻ. പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വേണ്ടി 1.5 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവിടെ എത്താണ്ടായ ഒരു സാഹചര്യത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇതിന് മുന്നേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് കുറച്ച് നാൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കാലത്ത് തന്നെ ഇക്കാര്യം MVD ഉദ്യോഗസ്ഥരെയും വടക്കാഞ്ചേരി പോലീസിലും അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MVD ഉദ്യോഗസ്ഥരും പോലീസും ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്ന കാഴ്ചയാണ് ഇന്ന് കാലത്ത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തുടർന്നും പരാതിക്കിടയാക്കുന്ന പ്രവൃത്തികൾ ബസ് ജീവനക്കാരിൽ നിന്നും ഉണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാത്ത കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് MVD ഉദ്യോഗസ്ഥരായ AMVI ഷീബ, സെന്തിൽ എന്നിവർ ബസ് ജീവനക്കാരെ താക്കീത് ചെയ്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഓട്ടുപാറ ജനതയിൽ ഗൃഹോപകരണങ്ങൾ ഓൺലൈൻ വിലയേക്കാൾ വലിയ കുറവിൽ. ഓട്ടുപാറ ജനതയിൽ നിങ്ങളുടെ പഴയ മിക്സി, ഗ്രൈൻഡർ, ഫാൻ, അയൺ ബോക്സ്, ഇൻഡക്ഷൻ കുക്കർ, ഒപ്പം പഴയ സ്റ്റീൽ, അലുമിനിയം, ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു സുവർണ അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. 1399 രൂപയ്ക്ക് മിക്സികൾ, ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ. ഇൻഡക്ഷൻ കുക്കർ 1199 രൂപ. 3 ബർണർ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ 1999 രൂപ മുതൽ ആണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.